CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാചക സ്മരണയിൽ വിശ്വാസികൾ. നാടെങ്ങും മിലാദ് റാലിയും കലാപരിപാടികളും. പുലാപ്പറ്റ കോണിക്കടി ദാറുൽ ഉലൂം മദ്രസയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ സൈൻ ഓഫ് മദീന ഇസ്ലാമിക് എക്സിബിഷൻ ശ്രദ്ധേയമായി. തിരുവോണനാളിൽ ഭൂമിക്കു വേണ്ടിയുള്ള തങ്ങളുടെ ആവശ്യം ഓർമ്മിപ്പിച്ച് മലപ്പുറം ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ ഭൂരഹിതരായ ആദിവാസികളുടെ സങ്കല്പ സദ്യ. ഒഴിഞ്ഞ ഇലയും ഗ്ലാസും വെച്ചുകൊണ്ടാണ് ആദിവാസികൾ പ്രതിഷേധിച്ചത്. ഒറ്റപ്പാലം മായന്നൂർ പാലം ജംഗ്ഷനിലെ പൂക്കടയിൽ കൂലി ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിന് വെട്ടേറ്റു. തിരുവോണ ദിവസം രാത്രി 9-നാണ് സംഭവം. പ്രതിയായ പത്തിരിപ്പാല സ്വദേശി പോലീസിൽ കീഴടങ്ങി. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഉത്രാടരാത്രിയിൽ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ കൂലോണത്തുപാട്ടിന്റെ ഈണങ്ങൾ വീണ്ടും മുടങ്ങി. പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ തിരുവരങ്കത്ത് പാണനാരുടെ പിൻഗാമികളാണ് ആചാരം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത്. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഉത്രാടരാത്രിയിൽ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ തൂയിലോണത്തുപാട്ടിന്റെ ഇണങ്ങൾ വീണ്ടും മുഴങ്ങി. പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ തിരുവരങ്കത്ത് പാണനാരുടെ പിൻഗാമികളെന്ന് വിശ്വസിക്കപ്പെടുന്ന പാണൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ആചാരം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത്. പാലപ്പുറം പല്ലാർമംഗലം സ്വദേശി മുഹമ്മദ് ഫെബിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ പ്രതിയായ പത്തിരിപ്പാല മണൽപ്പറമ്പിൽ സൈദാലി വെട്ടാൻ ഉപയോഗിച്ച കത്തിസഹിതം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. തിരുവോണ ദിവസം രാത്രി 9 മണിയോടെ മായന്നൂർ പാലം കവലയിലെ പൂക്കളുകളുടെ മൊത്തക്കച്ചവട കേന്ദ്രത്തിലാണ് സംഭവം നടന്നത്. ഓണക്കാലത്ത് സൈദാലി താൽക്കാലികമായി നടത്തിയ കടയിലെ ജീവനക്കാരനായിരുന്നു ഫെബിൻ. കൂലിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇതിനിടെ കടയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സൈദാലി ഫെബിനെ വെട്ടുകയായിരുന്നു. കഴുത്തിലും തലയിലും നെഞ്ചിലും ഗുരുതരമായി പരിക്കേറ്റ ഫെബിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിരലടയാള വിദഗ്ധരും പോലീസിന്റെയും ശാസ്ത്രീയ പരിശോധനാ സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഒറ്റപ്പാലം ഇൻസ്പെക്ടർ A അജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. CCN ഒറ്റപ്പാലം. തിരുവോണ നാളിൽ ഭൂമിക്ക് വേണ്ടിയുള്ള തങ്ങളുടെ ആവശ്യം ഓർമ്മിപ്പിച്ച് മലപ്പുറം ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ ഭൂരഹിതരായ ആദിവാസികൾ സങ്കല്പ സദ്യ നടത്തി. ഒഴിഞ്ഞ ഇലയും ഗ്ലാസും വെച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ നമ്മുടെ ഭരണഘടനാപരമായി ആദിമനിവാസികൾക്ക് പ്രത്യേകമായ അധികാരങ്ങളും അവകാശങ്ങളും നമ്മുടെ ഭരണഘടനയിൽ സുരക്ഷിതമാക്കി നിർത്തിയിരിക്കുന്നു. ഷെഡ്യൂൾ 9 പെടുത്തിക്കൊണ്ടാണ് ഭരണഘടനയുടെ ഷെഡ്യൂൾ 9 പെടുത്തിക്കൊണ്ടാണ് 1975 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുത മേനോൻ ആദിവാസികളുടെ ഭൂമി കൈമാറ്റ നിരോധന നിയമം പാസാക്കിയെടുത്തത്. നിലമ്പൂർ ഭൂസമര നായികയായ ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 2ാം ഘട്ട ഭൂസമരം 109 ദിവസം പിന്നിട്ട ദിവസത്തിലാണ് ഈ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രശസ്ത മജീഷ്യൻ നിലമ്പൂർ KR മലയത്ത് പ്രതിഷേധ സദ്യ ഉദ്ഘാടനം ചെയ്തു. മജീദ് ചാലിയാർ സ്വാഗതം ആശംസിച്ചു. ഗ്രോവാസു, അഡ്വക്കേറ്റ് പൗരൻ, വിളയാടി വേണുഗോപാൽ, ഇയശ്ശേരി കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ ഹരി, ബിന്ദു വൈലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പത്മിനി പരിപാടിക്ക് സമാപനം കുറിച്ചു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ താലൂക്കിലെ മാധ്യമപ്രവർത്തകരുടെ കുടുംബ സംഗമം പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ നടന്നു. മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷവും വിവിധ മത്സരങ്ങളും നടന്നു. മാധ്യമപ്രവർത്തകർ നാടിന്റെ സ്പന്ദനങ്ങൾ കൃത്യമായി അറിയുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. ഓൺലൈൻ കാലത്തും വായനയുടെ പ്രാധാന്യം നഷ്ടപ്പെടാൻ പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ ഇന്നത്തെ നിലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പഴയ കാലത്തുള്ള ഈ ജേർണലിസത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ ഇല്ലാതായി പോയി എന്നുള്ളതാണ് പരമാവധി. ജേർണലിസത്തിനെ പറ്റി ഞാൻ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ പ്രിയങ്കരനായ നജീബ് കുറെ പറഞ്ഞു. അദ്ദേഹം പഴയ കാലത്തൊരു പത്രപ്രവർത്തകനാണ്. എന്റെ ടെലിഫോൺ ഇപ്പോഴും നജീബ് കാന്തപുരം ചന്ദ്രിക എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും MLA മാറ്റിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വെറുതെ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ ജേർണലിസ്റ്റുകളോടല്ല സംസാരിക്കുന്നത്, അവരുടെ കുടുംബത്തിനോട്, അവരുടെ ഭാര്യമാരുടെ മക്കളോടാണ്. ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറേയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഇവരുടെ ഈ പ്രൊഫഷൻ കൊണ്ടുണ്ടായിട്ടുണ്ടെന്നുള്ള പരമാർത്ഥം. എന്നിരുന്നാലും ഇന്ന് ലോകം ഈ നിലനിൽക്കുന്നതായി നമ്മളുടെ ഈ പ്രദേശത്തെ മാത്രം എടുത്തു നോക്കാണ്ട് പെരിന്തൽമണ്ണ താലൂക്ക് ഇത്രയും നല്ല രീതിയിൽ നിലനിൽക്കാനുള്ള
പ്രധാനപ്പെട്ട കാരണം ഈ ജേർണലിസ്റ്റുകളാണെന്ന് പറയാതിരിക്കാതെ. സ്ത്രീകളും കുട്ടികളുമടക്കം പങ്കെടുത്ത ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരായ എ രാധാകൃഷ്ണൻ, TJ ജോളി ജെയിംസ്, C മുഹമ്മദ് അലി, A ശിവദാസൻ, H മുഹമ്മദ് ഖാൻ എന്നിവരെ ആദരിച്ചു. ഇപ്പോൾ സുപ്രഭാതം ലേഖകനായി ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം മുഖ്യപ്രഭാഷണം നടത്തി. ഓരോ വികസനത്തിനു പിന്നിലും മാധ്യമപ്രവർത്തകരുടെ കയ്യൊപ്പുണ്ടെന്നും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ദിശാബോധം നൽകാൻ മാധ്യമങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. 20 വർഷം മാധ്യമപ്രവർത്തകനായി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിങ്ങിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡെസ്കിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്പെഷ്യൽ എഡിഷനുകളുടെ പത്രാധിപരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, വീക്കിലിയുടെയും മഹിളാചന്ദ്രികയുടെയും എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സീനിയർ സബ് എഡിറ്ററായിരിക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് റിസൈൻ ചെയ്താണ് ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചത്. പക്ഷെ അത് മാധ്യമപ്രവർത്തകന്റെ പ്രത്യേകത, അത് എത്ര ഉപേക്ഷിച്ചാലും വിട്ടുപോകാത്ത ഒരു ജോലിയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും വളരെ സമാനതയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള വാർത്തകളിലായിരിക്കും. മാധ്യമപ്രവർത്തകന് വാർത്തകളാണ് മുമ്പിലുള്ളതെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് മനുഷ്യരാണ് മുമ്പിലുണ്ടാവുന്നത്. ഈ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രയോറിറ്റി നമുക്ക് കുറഞ്ഞു പോകുന്ന ആളുകൾ നമ്മുടെ കുടുംബമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പെരിന്തൽമണ്ണ പ്രസ് ഫോറം പ്രസിഡന്റ് സത്താർ ആനമങ്ങാട് അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ P ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരുടെ മക്കളിൽ പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. വാർത്താകാലവും അനുഭവങ്ങളും എന്ന സെഷനിൽ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. മലയാള മനോരമ ലേഖകൻ മണികണ്ഠൻ കൊളത്തൂർ രചിച്ച ഗോഷ്ഠി എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം മഞ്ഞളാംകുഴി അലി MLA, നജീബ് കാന്തപുരം MLA എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പെരിന്തൽമണ്ണ പ്രസ് ഫോറം സെക്രട്ടറി E ഷംസുദ്ദീൻ സ്വാഗതവും നഹാസ് M നിസ്താർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഓണാഘോഷവും വിവിധ മത്സരങ്ങളും നടന്നു. CCN പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം മായന്നൂർ പാലം ജംഗ്ഷനിലെ പൂക്കടയിൽ കൂലി ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിന് വെട്ടേറ്റു. തിരുവോണ ദിവസം രാത്രി 9 മണിയോടെ മായന്നൂർ പാലം കവലയിലെ പൂക്കളുടെ മൊത്ത കച്ചവട കേന്ദ്രത്തിലാണ് സംഭവം നടന്നത്. പ്രതിയായ പത്തിരിപ്പാല സ്വദേശി കീഴടങ്ങി.
ചെണ്ടയും തുടിയും പറയും കൊട്ടിയുള്ള തൊഴിലുണർത്തുപാട്ടിന്റെ ശബ്ദം ഉത്രാട രാത്രിയിൽ പല വീടുകളിലും അലയടിച്ചു. വീടുകളിലെത്തുന്ന സംഘത്തെ നിലവിളക്ക് കൊളുത്തിവെച്ചാണ് വീട്ടുകാർ സ്വീകരിച്ചത്. തുടർന്ന് നിലത്തിരുന്ന് അവർ പ്രത്യേക ഈണത്തിൽ ഐതിഹ്യങ്ങൾ പാടി. ഈ പാട്ടുകൾക്ക് തപസ്സുപാട്ടുകൾ, മാളികപ്പാട്ട് എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട്. മുതിർന്നവരും കുട്ടികളും ഈ പാട്ടുകൾ കൗതുകത്തോടെ കേട്ടിരുന്നു. പാട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ ഓണക്കോടിയും പണവും പഴവും അരിയും പച്ചക്കറിയുമെല്ലാം ഇവർക്ക് നൽകും. കാലം മാറിയതോടെ തൊഴിലുണർത്തുപാട്ട് പാടുന്നവരുടെ എണ്ണം കുറഞ്ഞെങ്കിലും മനശ്ശേരി മനക്കൽ തൊടിയിലെ 5 കുടുംബങ്ങൾ ഇപ്പോഴും ഈ പാരമ്പര്യം മുറുകെ പിടിക്കുന്നുണ്ട്. 4 തലമുറകളിലായി ഈ കലാരൂപം കൈമാറി വരുന്ന ഇവർ പുതിയ തലമുറകൾക്ക് അന്യം നിന്നു പോകുന്ന ഈ ആചാരം നേരിട്ടറിയാനുള്ള അവസരം ഒരുക്കുകയാണ്. മാളിക പണത്തോടം പാടും, പിന്നെ ഭഗവൻ വാട്ടപ്പട്ടോടം പാടും, സുഖനിരുത്തുപാട്ട് പാടും, പിന്നെ ഭഗവൻ വരം തന്നത് പാടും. അങ്ങനെ വരങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ പറയും, പാടും. പിന്നെയാണ് ഞങ്ങൾ പേര് പാടും. രാധാകൃഷ്ണൻ, പാഞ്ചാലി, രാമൻ, കനകവല്ലി തുടങ്ങിയ പഴയ തലമുറയ്ക്കൊപ്പം രാജേഷ്, സതീഷ്, അജീഷ്, രമേശ് തുടങ്ങിയ പുതിയ തലമുറയും ഈ പാട്ടുകൾ പാടാൻ കൂടെയുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് ഇത്തരം ആചാരങ്ങളെക്കുറിച്ച് അറിവ് കുറവായതിനാൽ തൊഴിലുണർത്തുപാട്ട് ഒരു നാമമാത്രമായ ആചാരമായി മാറിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. CCN ഒറ്റപ്പാലം. പെരിങ്ങോട് കരുണ മെഡിക്കൽ സെന്ററിന്റെ കരുതൽ ഇപ്പോൾ 24 മണിക്കൂറും. അത്യാഹിത വിഭാഗം, ജനറൽ OP, ഒബ്സർവേഷൻ, ഹോം കെയർ, ലബോറട്ടറി, ഫാർമസി തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ സെപ്റ്റംബർ 10 വരെ ഓണത്തോടനുബന്ധിച്ച് കുറഞ്ഞ നിരക്കിൽ രക്തപരിശോധനയും ലഭ്യമാണ്. കോങ്ങാട് പെരിങ്ങോട് പുലാപ്പറ്റ റോഡിൽ പ്രവർത്തിക്കുന്ന കരുണ മെഡിക്കൽ സെന്ററിന്റെ സേവനം ഇപ്പോൾ 24 മണിക്കൂറും ലഭ്യമാണ്. അത്യാഹിത വിഭാഗം, ജനറൽ OP വിഭാഗം, സ്പെഷ്യാലിറ്റി OP വിഭാഗം, ഒബ്സർവേഷൻ, നെബുലൈസേഷൻ, ലബോറട്ടറി, ഫാർമസി, ECG തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭിക്കും. കൂടാതെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായി ഇപ്പോൾ ഹോം കെയർ സേവനവും ലഭ്യമാണ്. വീടുകളിലെത്തി മികച്ച ചികിത്സ കരുണ മെഡിക്കൽ സെന്റർ നൽകും. കൂടാതെ വിട്ടുമാറാത്ത പുറംവേദന, കാൽമുട്ടുവേദന, കൈമുട്ടുവേദന, കടച്ചിൽ എന്നിവയ്ക്ക് ഇൻഫ്രാറെഡ് തെറാപ്പി ചികിത്സയും ലഭിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ ഫാസിൽ, ജനറൽ മെഡിസിൻ ഡയബറ്റോളജി പ്രാക്ടീഷണർ ഡോക്ടർ രസിത എന്നിവരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. പെരിങ്ങോടുള്ള കരുണ മെഡിക്കൽ സെന്റർ 24 മണിക്കൂറും നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. നമുക്കിവിടെ കാഷ്വാലിറ്റി, ECG, ലബോറട്ടറി, ഫാർമസി പോലുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇനി ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്ത കിടപ്പ് രോഗികൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നുമുണ്ട്. കൂടാതെ ഓണത്തോടനുബന്ധിച്ച് 750 രൂപയുടെ ബ്ലഡ് ടെസ്റ്റ് പാക്കേജ് 299 രൂപയ്ക്ക് ലഭിക്കും. സെപ്റ്റംബർ 10 വരെയാണ് ഈ ഓഫർ ലഭിക്കുക. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് ചൊവ്വാഴ്ചകളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ സൗജന്യ പരിശോധനയും ലഭ്യമാണ്. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു.
കരുണയുടെ സേവനം നാടിന് ഏറെ പ്രയോജനമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഇവിടെ 24 മണിക്കൂറും ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സജ്ജമായിട്ടുള്ള ലാബുണ്ട്, മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്ന സാഹചര്യം ഇവിടെയുണ്ട്. അത്യാവശ്യം ആളുകളെ ഇവിടെ കിടത്തി അവരെ പരിശോധിക്കുന്നതിനും അവർക്ക് നടത്തുന്നതിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അത്തരത്തിൽ നമ്മുടെ നാടിന് ഏറെ പ്രയോജനപ്രദമായ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കരുണ മെഡിക്കൽ സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാസിൽ അധ്യക്ഷനായിരുന്നു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ശശിധരൻ, കോങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ N ഷാജി, ഫാമിലി ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രസിത എന്നിവർ മുഖ്യാതിഥികളായി. ഈ രാത്രി കാലങ്ങളിലെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അവർക്ക് വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലം നമുക്കില്ല. കാരണം നമ്മളൊരു ചെറിയ പരിക്ക് പറ്റിയ ആളായിരിക്കും, പക്ഷെ അവരെയും കൊണ്ട് നമ്മൾ വളരെ ദൂര സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു രോഗി ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ തന്നെ ചിലപ്പോൾ നോർമലാവുന്ന ഒരു കണ്ടീഷനുള്ള രോഗിയെപ്പോലും നമ്മൾ പാലക്കാട് വരെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിയുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒഴിവായി കിട്ടും എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു നാട്ടിൻ പ്രദേശത്ത് അവർക്ക് സേവനം കിട്ടുന്ന തരത്തിലൊരു പ്രവർത്തനം കാഴ്ച വയ്ക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാമൂഹിക പ്രവർത്തകരായ വിജയൻ, മുരളി, സുജിത്ത് എന്നിവരും പങ്കെടുത്തു. കരുണ മാനേജർ വിഘ്നേഷ് ഗിരീഷ് ചടങ്ങിന് നന്ദി അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സൗജന്യ ഡയബറ്റിക് ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. CCN കോങ്ങാട്. ഒരുമയുടെയും നന്മയുടെയും മാവേലിക്കാലത്തിന്റെ സ്മൃതികളുടത്തി നാട്ടിൻപുറങ്ങളിൽ ഓണാഘോഷം. തച്ചനാട്ടുകര, ആലിപ്പറമ്പ് തുടങ്ങിയ മേഖലകളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഓണാഘോഷം നടന്നത്. ഗ്രാമവീഥികളിൽ വിവിധ ഓണക്കളികൾ അരങ്ങേറി. അത്തം മുതൽ 10 ദിവസം പൂക്കളമൊരുക്കി. വീടുകളിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ മാതാവരെ വെച്ചും ഓണാഘോഷം ആചാരപ്പെരുമയോടെ കൊണ്ടാടി. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ചെത്തല്ലൂർ പെരുമ്പാലപ്പാറയിൽ സ്ത്രീകൾ സംഘടിപ്പിച്ച കൂട്ടായ്മ ശ്രദ്ധേയമായി. പണ്ടുകാലത്തെ കളികളായ തുമ്പിതുള്ളലും തിരുപ്പറുക്കലും ഉൾപ്പെടെയുള്ള പുരാതന കളികൾ അവർ പുനരാവിഷ്കരിച്ചു. കുട്ടികളും വിവിധ കളികളിൽ പങ്കെടുത്തു. പൂക്കളമൊരുക്കിയും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തും കുടുംബാംഗങ്ങളും ആഘോഷത്തിൽ പങ്കെടുത്തു. CCN ചെത്തല്ലൂർ. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെത്തല്ലൂർ അസ്വാസുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. മദ്രസയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ മുതിർന്നവരും കുട്ടികളും ഒരുപോലെ പങ്കെടുത്തു. ദഫ്മുട്ടും വർണ്ണപ്പൊലിമയുള്ള ഫ്ലവർ ഷോയും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. വഴിയിലുടനീളം മധുരം, മിഠായികൾ, ബിസ്ക്കറ്റുകൾ, ശീതളപാനീയങ്ങൾ എന്നിവ വിതരണം ചെയ്തു. മഹല്ല് ഗാസി, മറ്റു ഭാരവാഹികൾ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരന്നു. CCN ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാല വനിതാവേദി ഓണാഘോഷം സംഘടിപ്പിച്ചു. ദേവപദം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പഴമയുടെ ഓണാഘോഷത്തെക്കുറിച്ച് PS സുഭദ്ര സംസാരിച്ചു.
ഓണാഘോഷത്തിന്റെ ഭാഗമായി എം ശകുന്തളയുടെ നേതൃത്വത്തിൽ തുമ്പിത്തുള്ളൽ അരങ്ങേറി. പൂവിളികളും മാവേലി മന്നന്റെ വരവേൽപ്പും ചടങ്ങിനെ മാറ്റുകൂട്ടി. പിന്നൽ തിരുവാതിര, വിവിധ ഓണക്കളികൾ, ഓണപ്പാട്ടുകൾ, തിരുവാതിരക്കളി, മോഹിനിയാട്ടം തുടങ്ങിയ കലാപരിപാടികളും നടന്നു. ിലധികം പേർ പങ്കെടുത്ത പരിപാടികൾക്ക് എം സാവിത്രി, സാന്ദ്ര എസ് വാര്യർ എന്നിവർ നേതൃത്വം നൽകി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഓണം വന്നാൽ ഈ ബാലന്മാർക്കെല്ലാവർക്കും നല്ലൊരു പന്തുകളിയും പൂപ്പൊലി പൂവേ നല്ലൊരു ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. ഓണം വന്നാലോ മംഗമാർക്കെല്ലാവർക്കും വേണം നല്ലൊരു പാട്ടും കളിയും. പന്തടിച്ചിട്ടും ചിന്തുകൾ പാടിയിട്ടും മംഗമാരുടെ കോലാഹലം. പൂപ്പൊലി പൂവേ നല്ലൊരോണമുണ്ടല്ലോ പോന്നു വരുന്നു. തീരാടത്തിൻ CCN കടമ്പഴിപ്പുറം. കരിങ്കലത്താണി പൂവത്താണി മഹലിന്റെ വിവിധ ഭാഗങ്ങളിൽ മദ്രസകളുടെ നേതൃത്വത്തിൽ നബിദിന റാലികൾ സംഘടിപ്പിച്ചു. ഹിദായത്ത് സുബിയാൻ ഹയർ സെക്കൻഡറി മദ്രസയുടെ നബിദിന ഘോഷയാത്രയായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത്. മദ്രസ വിദ്യാർത്ഥികൾ അണിനിരന്ന റാലിക്ക് ദഫും ഫ്ലവർ ഷോകളും അകമ്പടിയായി. പരിപാടിയുടെ ഭാഗമായി മൗലീദ് പാരായണവും അന്നദാനവും നടന്നു. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCN ചെത്തല്ലൂർ. ശ്രീവിശ്വപുരം K. നാരായണൻ സ്മാരക സ്വാതന്ത്ര്യ കേന്ദ്രത്തിന് കീഴിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. K. രാമചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾ അവരുടെ വിശേഷ അവസരങ്ങളിലും അവർക്ക് സന്തോഷമുണ്ടാകുമ്പോഴും സന്താപമുണ്ടാകുമ്പോഴും ഒരു ചെറിയ തുക ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന രീതിയിലേക്ക് ഈ സംഘടനയുടെ പ്രവർത്തനം വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ തന്നെ കഴിയുന്നത്ര വീടുകളിൽ സഹായം ആവശ്യമുള്ള എല്ലാ വീടുകളിലും അവിടെ എത്താനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുമൊക്കെ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഈ ഓണം പാവപ്പെട്ട മനുഷ്യൻ ഒരാൾ പട്ടിണി കിടക്കാൻ പാടില്ല, എല്ലാവരും നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കണമെന്ന ആ സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യ പരിചരണ കേന്ദ്രം ഒരു ചലഞ്ചിലൂടെ 200 രൂപ ചലഞ്ചിലൂടെ ഇതിനുവേണ്ടി സംഭാവന സംഭരിച്ചത്. വിവിധ വാർഡുകളിലെ കുടുംബങ്ങൾക്കുള്ള കിറ്റുകൾ സാന്ത്വന കേന്ദ്രം ചെയർമാൻ ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ P. സുബ്രഹ്മണ്യൻ, കൃഷ്ണൻകുട്ടി, സാന്ത്വനം കേന്ദ്രത്തിലെ മറ്റ് പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. നബിദിനത്തിന്റെ ഭാഗമായി ആലിപ്പറമ്പ് വഴിയിലപ്പാറയിൽ പടാപ്പുറം കൂട്ടാമിയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്രകൾക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. കോറഗോഡ് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾക്കും പാറക്കണ്ണി മൽഹുറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾക്കുമാണ് സ്വീകരണം നൽകിയത്.
കോരങ്കോട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ ഘോഷയാത്രയാണ് ആദ്യം എത്തിയത്. യാത്ര എത്തും മുമ്പ് തന്നെ വഴിയിലപ്പാറയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനക്കൂട്ടം തടിച്ചുകൂടി. ജാഥ എത്തിയപ്പോൾ തന്നെ നേരത്തെ തയ്യാറാക്കിയ പടാപ്പുറം കൂട്ടായ്മയുടെ പായസം എല്ലാവർക്കും വിതരണം ചെയ്തു. തുടർന്ന് മനോഹരമായ ദഫും ഫ്ലവർ ഷോയും അരങ്ങേറി. يا نبي سلام عليكم يا رسول سلام عليكم يا نبي سلام عليكم صلوات الله عليكم يا رسول الله يا حبيب الله يا رسول الله يا حبيب الله. ചെറിയ മഴ പെയ്തെങ്കിലും പാറക്കണ്ണി മാളുഹറുൽ ഇസ്ലാം മദ്രസയുടെ നബിദിന റാലിയുടെ ശോഭ ഒട്ടും കുറഞ്ഞില്ല. മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് മത്സരം കാഴ്ചക്കാരുടെ മനം കവർന്നു. തുടർന്ന് പള്ളികളിൽ മൗലൂദ് പാരായണവും ഭക്ഷണ വിതരണവും നടന്നു. വഴിയിലപ്പാറയിലെ സ്വീകരണത്തിന് കെ ഖമറുദ്ദീൻ, കെ അഷ്റഫ്, കെ അബ്ദുൽ ഗഫൂർ, കെ മുഹമ്മദ് സലീം, ബി രാമദാസ്, ഷംസുദ്ദീൻ അലിപ്പറമ്പ്, കെ അബൂബക്കർ സിദ്ദിഖ്, കെ യൂസഫ് എന്നിവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് കൊടക്കാപ്പറമ്പ് മഹലിന്റെ നേതൃത്വത്തിൽ വിപുലമായ നബിദിന സമ്മേളനം സംഘടിപ്പിച്ചു. മഹലിന് കീഴിലുള്ള 7ഓളം മദ്രസകളിൽ നിന്നുള്ള നബിദിന റാലികൾ ആലിപ്പറമ്പ് കൊടക്കാപ്പറമ്പിൽ സംഗമിച്ചതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. അതെ, അജ്ഞതമുറ്റിയ കനൽപഥങ്ങളിൽ അജ്ഞതയുടെ അധാർമികതയുടെ അധമഭാവ തലങ്ങളിലേക്ക് സഞ്ചരിച്ച അറേബ്യൻ ജനതയെ വിശ്വാസത്തിന്റെ സുഹൃതങ്ങളുടെ രാജകീയ പാതയിലേക്ക് കൈപിടിച്ചാനയിച്ച വിശ്വവിമോചകർ, ലോകത്തിന്റെ കാരുണ്യക്കടലായ ഹബീബരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഞതമുറ്റിയ കനൽപഥങ്ങളിൽ അജ്ഞതയുടെ അധാർമികതയുടെ നബിദിന സമ്മേളനം മഹല്ല് ഖത്തീബ് ഷിഹാബ് നിസാമി ഉദ്ഘാടനം ചെയ്തു. രണ്ടുപേരുടെ സംഗമം അവരുടെ സ്വകാര്യ ജീവിതത്തിനും അവരുടെ ലൈംഗികതയ്ക്കും മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച സമുദായം. വിവാഹം എന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലൂടെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിനെ ഓർക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൽ അധിഷ്ഠിതമായ ഒരു തലമുറ ഖിയാമത്ത് നാൾ വരെ എനിക്കുണ്ടാവണം. അതിനുവേണ്ടി ഒരു പുരുഷൻ മുഅ്മിനായ സ്ത്രീയെ വിവാഹം കഴിച്ച് അതിലൂടെ മക്കളുണ്ടാകണമെന്ന ഒരു ഇസ്ലാമിക ചിന്തയല്ല, ഒരു കേരളീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന ചിന്തയിൽ നിന്ന് പോലും നമ്മുടെ സമുദായം വ്യതിചലിച്ച ഇത്രയും ഭീകരമായ സമയത്ത്, ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഉറക്കം നടിച്ചാൽ നമ്മുടെ സമുദായം നേരിടാൻ പോകുന്നത് വളരെ വലിയ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കൊണ്ട് നമ്മുടെ കുട്ടികളെ മുതിർന്ന ക്ലാസുകളിലേക്ക്. മഹല്ല് സെക്രട്ടറി PK അയമു സ്വാഗതം പറഞ്ഞു. മഹല്ല് പ്രസിഡന്റ് KM അലി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ മദ്രസകളെ പ്രതിനിധീകരിച്ച് ഖാദർ മുസ്ലിയാർ, സുലൈമാൻ ദാരിമി, റഫീഖ് മുസ്ലിയാർ, സഹദ് ഫൈസി, സാദിഖ് സഖാഫി, മൊയ്തീൻ ദാരിമി തുടങ്ങിയവർ നബിദിന സന്ദേശങ്ങൾ നൽകി. സമ്മേളനത്തിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് മത്സരവും അരങ്ങേറി.
CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാചക സ്മരണയിൽ വിശ്വാസികൾ, നാടെങ്ങും മിലാദ് റാലിയും കലാപരിപാടികളും. പുലാപ്പറ്റ കോണിക്കഴി ദാറുൽ ഉലൂം മദ്രസയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ സൈൻ ഓഫ് മദീന ഇസ്ലാമിക് എക്സിബിഷൻ ശ്രദ്ധേയമായി. തിരുവോണനാളിൽ ഭൂമിക്കു വേണ്ടിയുള്ള തങ്ങളുടെ ആവശ്യം ഓർമ്മിപ്പിച്ച് മലപ്പുറം ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ ഭൂരഹിതരായ ആദിവാസികളുടെ സങ്കല്പ സദ്യ. ഒഴിഞ്ഞ ഇലയും ഗ്ലാസും വെച്ചുകൊണ്ടാണ് ആദിവാസികൾ പ്രതിഷേധിച്ചത്. ഒറ്റപ്പാലം മായന്നൂർ പാലം ജംഗ്ഷനിലെ പൂക്കടയിൽ കൂലി ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിന് വെട്ടേറ്റു. തിരുവോണ ദിവസം രാത്രി 9-നാണ് സംഭവം. പ്രതിയായ പത്തിരിപ്പാല സ്വദേശി പോലീസിൽ കീഴടങ്ങി. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഉത്രാട രാത്രിയിൽ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ തൂയിലുണർത്തുപാട്ടിന്റെ ഈണങ്ങൾ വീണ്ടും മുഴങ്ങി. പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ തിരുവരങ്കത്ത് പാണനാരുടെ പിൻഗാമികളാണ് ആചാരം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.